ഐക്യ ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം 45 MLA-മാരെ അവർക്ക് നിയമസഭയിൽ ഉള്ളൂ. BJP-ക്ക് ആകട്ടെ ഇപ്പോഴത്തെ അംഗബലം അനുസരിച്ച് ഉപതെരഞ്ഞെടുപ്പിലെ ജയത്തോടുകൂടി 82 സീറ്റുകൾ ഉയർന്നിരിക്കുകയാണ്. BJP മത്സരിക്കുന്നത് 130ഓളം സീറ്റുകളിലും അതുപോലെ ഐക്യ ജനതാദൾ 113 സീറ്റിലുമായിരിക്കും എന്നാണ് പ്രാഥമിക വിവരങ്ങൾ. അതിൽ BJP-യുടെ 130 സീറ്റിൽ ചിരാഗ് പാസ്വാന്റെ LJP-യും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ജതൻ റാം മാഞ്ചിയുടെ പാർട്ടിയും ഒക്കെ സീറ്റുകൾ അതിൽ നിന്നും വീതിക്കുമ്പോൾ BJP-യുടെ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 105ലേക്ക് കുറയാനാണ് സാധ്യത. ഇത്തരത്തിലേക്ക് ഉള്ള നീക്കമാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ചർച്ചയാകുന്നത്. എന്നാൽ ഐക്യ ജനതാദൾ ആവശ്യപ്പെടുന്നത് 140ഓളം സീറ്റുകൾ തന്നെയാണ്. 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ചിരാഗ് പാസ്വാനാണ് ഐക്യ ജനതാദളിന്റെ MLA-മാരുടെ എണ്ണം കുറയ്ക്കാൻ വലിയ കാരണമായത്. അന്നേരം ചിരാഗിന്റെ പാർട്ടി BJP-യുമായി സഖ്യത്തിലായിരുന്നില്ല. മറിച്ച് ചിരാഗ് പാസ്വാന്റെ ബന്ധു കൂടിയായിട്ടുള്ള, അതായത് ചിരാഗിന്റെ പിതാവ് രാംവിലാസ് പാസ്വാന്റെ സഹോദരനായിട്ടുള്ള പശുപതി പാരസ് ആയിരുന്നു BJP-യുമായി സഖ്യത്തിലായിരുന്നതും കേന്ദ്രമന്ത്രിയായിരുന്നത്. പശുപതി പാരസ് RJD-യുമായി സഖ്യം ചേർന്നിരിക്കുകയാണ്. പശുപതി പാരസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ബീഹാറിൽ RJD-ക്ക് ഇപ്പോൾ കൊയ്ത്തിന്റെ കാലമാണ് എന്ന് തന്നെയാണ്. അതിന് കാരണമാകുന്നത് ജനങ്ങൾ തേജസ്വിയെ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത് BJP-യുടെ ഒരു MLA സഭയിൽ വെച്ച തേജസ്വി യാദവിന് ക്രിക്കറ്റിൽ പോലും ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ക്രിക്കറ്റിൽ തികച്ച് 10 റൺ പോലും എടുക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയും എന്ന ചോദ്യത്തിന് തേജസ്വി മറുപടി കൊടുത്തത് ഉഗ്ര രീതിയിലാണ്. 2 തവണയായി, അതായത് 25-ാം വയസ്സിൽ തേജസ്വി ആദ്യമായാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ജയിച്ചു കയറിയത്. തുടർച്ചയായി 2ാം തവണയും അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ ജയിച്ചു കയറി. ഇത്രയും പ്രായമായി നിതീഷ് കുമാർ ജനങ്ങളെ ഭയന്നിട്ടാണോ അദ്ദേഹം MLC ആയി മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതെന്ന ചോദ്യം സഭയിൽ ചിരി പടർത്തി. ഐക്യ ജനതാദൾ അംഗങ്ങൾക്ക് പോലും ചിരിയാണ് ഉണ്ടായത്. അതിന് കാരണം നിതീഷ് കുമാർ കുറെ നാളുകളായി ജനവിധിയെ നേരിടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം വളഞ്ഞ വഴിയിലൂടെയാണ് മുഖ്യമന്ത്രിയാകുന്നത്. അതോ ഐക്യ ജനതാദളിന് നാമമാത്രമായ MLA-മാരെ ഉള്ളുതാനും. ഇത്തരത്തിൽ BJP കൊടുക്കുന്ന ഔദാര്യം എത്ര നാൾ നിങ്ങൾ ഭുജിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ RJD-യും വീണ്ടും ചോദിക്കുന്നത്. RJD ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് വരാൻ കെൽപ്പുള്ള പാർട്ടിയാണെന്ന് കോൺഗ്രസും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു മധ്യസ്ഥ ചർച്ച ഉണ്ടാകില്ല എന്നുള്ളത് കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ RJD-യും ഐക്യ ജനതാദളും ഒരുമിച്ച് BJP-ക്കെതിരെ ഒരു നീക്കം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്നിരുന്നു. അതിന് ചുക്കാൻ വഹിച്ചത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇനി അത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളായ മദൻ മോഹൻ ഝാ അടക്കമുള്ളവർ പറയുന്നത്.